ഏയ് അപ്പേട്ടൻ എന്താ അമ്പലത്തിക്കാണ്ട് വന്നിടന്ന് ഇത് ഇവിടെ പാടത്തേക്കണ് കൊറ്റിക്കണ വരിക്കണ് അപ്പേട്ടാ അല്ല അപ്പേട്ടാ അമ്പലത്തിൽ കയറിയില്ലേ? ഇല്ലടാ, അമ്പലത്തിക്കാരിട്ട് വന്നാലോ? അമ്പലത്തിക്കാണ് വന്നത്, പക്ഷെ പോവാൻ പറ്റിയില്ല. എന്താ ഇവിടെ വീടിന് കുറ്റടിച്ച വരി ഇവിടെ നിൽക്കും? വീടിന് കുറ്റടിക്ക് ഈ എന്താ പറഞ്ഞത്? അല്ല ഞാനൊരു ആലങ്കാരിക്കായിട്ട് പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കണപ്പോളേ. ആനങ്കാലിക്ക് എന്ത് ചിത്ത് നീ പറഞ്ഞത്? നീ 2 ദിവസം ബംഗാളിൽ ഇവിടെ പണിക്ക് പോകുമ്പോഴേക്കും എൻ്റെ മലയാളം തീരെ നിശ്ചയല്ലേ പറച്ചില്? അതൊക്കെ പോട്ടെ, അമ്പലത്തിക്കാന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, എന്താണ് ഇപ്പോൾ വിഷയം? വിഷയോ? അതൊന്നും എനിക്ക് അറിയേണ്ടത്. എടാ ജിത്തുവോ, കടങ്ങളിങ്ങനെ മേടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കാനുള്ളവരുടെ ടൈം ഇങ്ങനെ തെറ്റി കടക്കാരൊക്കെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. ജിത്തുവോ, ഒരു മനസ്സമാധാനം ഇല്ല. എത്ര ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ നിൽക്കുക, അമ്പലത്തിലേക്ക് പോകണോ പോകണ്ടേ ചിത്ത്. ആ എന്താ ചെയ്യാം? അതപ്പോൾ പ്രശ്നം. അതിനിവിടെ വന്ന് നിൽക്കണോണ്ട് അമ്പലത്തിൽ കയറ്. ഇവിടെ വന്ന് നിൽക്കാതെ പിന്നെ എപ്പോഴും അമ്പലത്തിൽ വന്ന് കയറരുത്. പണിക്കും പോകണം. ദൈവം കടം വിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പണിക്ക് പോയിട്ട് കടം വീട്ടും വേണം, ഇടയ്ക്ക് ദൈവത്തെ വന്ന് കടം വേണം. താൻ ബാധി ദൈവം ബാധി എന്നല്ലേ, അതാദ്യം ചെയ്യണം. എന്താ ചിത്തു നീ പറഞ്ഞത്? ഞാൻ പണിക്ക് പോയിട്ടുള്ളൂ. താൻ പാതി ദൈവം പാതി, അത് ശരിയാണ്. പാതി ഞാൻ പണിയെടുത്തു, ഇനി പകുതി ദൈവം തേറ്റിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. അത് ശരി, ഇന്ന് പണി ഉണ്ടാകുന്നല്ലേ? ആ, അപ്പം അതുകൊണ്ടാണ് ദീപാരാധന തുടങ്ങുന്നത്. എന്നിട്ട് അതിപ്പോൾ അമ്പലത്തിൽ കയറാൻ ജിത്തുവോ, ഒരു അക്കടി പറ്റി. എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ മഴക്കാലൊക്കെ അല്ലേ, മുണ്ട് തീരുമ്പി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ള മുണ്ട് എടുത്തിട്ട് ഞാൻ വേഗം കണ്ട് വന്നതാ. പക്ഷെ ഇത് പുള്ളി മുണ്ടായിപ്പോയി. ഇതപ്പോ പ്രശ്നം? ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരാ. ഈ എന്ത് ശരിയാക്കിയാലെന്നാ പറഞ്ഞത്? എടാ, ഈ പുള്ളി മുണ്ട് എടുത്തിട്ട് അമ്പലത്തേക്ക് പോകാൻ പറ്റുമോ? അവിടെ നമ്മൾ പുറത്താക്കും. നീ എന്ത് വർത്തന പറഞ്ഞത്? അപ്പൊ ഈ പുള്ളിമുണ്ട പ്രശ്നം അതൊക്കെ നമ്മൾ റെഡിയാക്കൂല. അതിനിപ്പോ ഒരു പ്രശ്നമില്ലല്ലോ. എടാ പഹയാ,